ചെറുപുഴ പഞ്ചായത്തിലെ പാറോത്തുനീർ മേലുത്താന്നിയിലെ കരിങ്കൽ ക്വാറി പ്രദേശത്ത് കലക്ടർ നിയോഗിച്ച വകുപ്പ് തല സംഘം പരിശോധന നടത്തി. ക്വാറി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നൽകിയ പാരിസ്ഥിതിക അനുമതി റദ്ദ് ചെയ്യണമെന്ന ക്വാറി വിരുദ്ധ കർമ്മസമിതിയുടെ ആവശ്യത്തെ തുടർന്ന് പരിസ്ഥിതി ബോർഡിന്റെ നിർദ്ദേശപ്രകാരം RDO കൺവീനറായി രൂപീകരിച്ച സമിതിയാണ് പ്രദേശം സന്ദർശിച്ചത്. RDOയെ കൂടാതെ റവന്യൂ, ജിയോളജി, ഭൂജല വിഭവം, സോയിൽ കൺസർവേഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, പൊതുമരാമത്ത്, തദ്ദേശം തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുൾപ്പെട്ട സമിതിയാണ് സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തിയത്. ചെറുപുഴ പഞ്ചായത്തിലെ പാറോത്തുനീർ മേലുത്താന്നിയിൽ കരിങ്കൽ ക്വാറി പ്രവർത്തിപ്പിക്കാൻ നൽകിയ പാരിസ്ഥിതിക അനുമതി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ക്വാറി വിരുദ്ധ കർമ്മസമിതി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് സമിതി രൂപീകരിച്ച് പ്രദേശത്ത് പരിശോധന നടത്തിയത്. ക്വാറി പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയാൽ സമീപത്തെ വീടുകൾ തകരുകയും കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുകയും ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർമ്മസമിതി രംഗത്ത് വന്നത്. പ്രദേശത്തെ ജലനിധി പദ്ധതിയുടെ കുളം, ടാങ്ക്, ഗ്രാമീണ റോഡുകൾ എന്നിവയുടെ തകർച്ചയ്ക്കും ക്വാറിയുടെ പ്രവർത്തനം കാരണമാകുമെന്നും വിവിധ തലത്തിൽ നൽകിയ പരാതികളിൽ കർമ്മസമിതി വ്യക്തമാക്കിയിരുന്നു. കർമ്മസമിതിയുടെ പരാതിയെ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസർ സ്ഥലം സന്ദർശിക്കുകയും പാരിസ്ഥിതിക അനുമതി റദ്ദ് ചെയ്യുന്നതിന് മുന്നോടിയായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതോടെ പരിസ്ഥിതി ബോർഡ് യോഗം ചേർന്ന് RDO കൺവീനറായി ഒരു സമിതി രൂപീകരിക്കാൻ കലക്ടറോട് ശുപാർശ ചെയ്തു. ഈ സമിതിയാണ് ചൊവ്വാഴ്ച രാവിലെ മേലുത്താന്നി ക്വാറി പ്രദേശത്ത് പരിശോധനയ്ക്കെത്തിയത്. തളിപ്പറമ്പ റവന്യൂ ഡിവിഷണൽ ഓഫീസർ TM അജയ്കുമാറിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് K റഷീദ്, കണ്ണൂർ സോയിൽ കൺസർവേഷൻ ഓഫീസ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ N അനിരുദ്ധൻ, ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ നോബി ജോർജ്, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ M സുനോജ് കുമാർ, ഭൂജല വകുപ്പ് ഹൈഡ്രോളജിസ്റ്റ് KM പ്രവീൺകുമാർ, ഹസാർഡ് അനലിസ്റ്റ് S ഐശ്വര്യ, പയ്യന്നൂർ തഹസിൽദാർ R ജയേഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ KK ശശി, പഞ്ചായത്ത് സെക്രട്ടറി R ജയകുമാർ, വയക്കര വില്ലേജ് ഓഫീസർ KA ഹരികൃഷ്ണൻ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ഇവർ പ്രദേശവാസികളുമായി സംസാരിക്കുകയും ക്വാറിക്ക് സമീപത്തെ വീടുകളുടെ തൽസ്ഥിതി വിലയിരുത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്ക് എത്തുന്നതറിഞ്ഞ് കർമ്മസമിതി നേതാക്കളായ KP ഗോപാലൻ, RK പത്മനാഭൻ, P ബിജു, AV വേണുഗോപാലൻ, PV വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ സ്ഥലത്തെത്തിച്ചേർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.